എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് എടക്കൽ ഗുഹയാണ്. അപ്പോൾ 4 മണിയാണ് ഓപ്പണിങ്. അപ്പം ആദ്യം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടറിലേക്ക് സ്വല്പം അകലമുണ്ട്. 1.5 കിലോമീറ്ററോളം നമുക്ക് കുന്ന് കയറി പോകണം. നല്ല കാഴ്ചയൊക്കെയാണ്. ടിക്കറ്റ് 50 രൂപ ഒരാൾക്ക്. എടക്കൽ ഗുഹയെ കുറിച്ചാണ് 1901 മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫോസ്റ്റ് ഇന്ത്യൻ എൻക്വയറി എന്ന പത്രികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വഴി ഈ ഗുഹാചിത്രങ്ങൾ ലോകശ്രദ്ധയ്ക്കെത്തി. ചായം കൊണ്ട് വരച്ച പാറച്ചിത്രങ്ങൾ ലോകത്ത് പലയിടത്തുണ്ട്. എടക്കൽ ഗുഹയിലേതുപോലെ പാറമേൽ കോരി വരച്ച ചിത്രങ്ങൾ തികച്ചും അപൂർവമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പോകാം. കാഴ്ച ഇപ്പം നമ്മൾ ഗുഹയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. സ്റ്റെപ്സ് ഉണ്ട്. ഏകദേശം 3000 ഇല്ല 1000 ഉള്ളൂ അല്ലേ? 300 സ്റ്റെപ്സ് ഉണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഗുഹ തുടങ്ങിയിട്ടില്ല. 380 സ്റ്റെപ്സാണ് ഉള്ളത്. 380 സ്റ്റെപ്സ്. അപ്പോൾ ഗുഹയുടെ കാടായത്. ഇവിടെ ഒരു ഗുഹ തുടങ്ങുകയാണ്. നമ്മുടെ ഗുഹയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. സ്റ്റെപ്പായിട്ട് കയറണം. അയ്യോ, നമ്മളിപ്പോൾ കയറി വന്ന് ഇതിലൂടെ കയറി. ഇതാണ് എൻട്രൻസ്. എടാ പിന്നെ കാണിക്കുന്നില്ലേ? ഓക്കെ. ഓ എൻ്റെ പൊന്നോ ഗൈസ്, എൻ്റെ പൊന്നോ, എന്താ വലിയ കല്ല മേലെ വെച്ച പോലെ. എൻ്റെ പൊന്നോ, വാവ്. നമുക്ക് ഉള്ളിൽ കയറാം. ഓക്കെ. ഇവിടെ നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ സ്റ്റെപ്സ് ഇച്ചിരി കയറണം. എന്നിട്ട് ഓരോ ഗുഹയിലേക്ക് ഒരു ഗുഹയും കൂടി ഉണ്ട് ഇവിടെ. നമ്മളിതാ പകുതി എത്തി. ഈ സ്റ്റെപ്സും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഗുഹയെത്തി. ഇപ്പം നമ്മളൊരു കയറിക്കൊണ്ടിരിക്കുകയാണ്. എടക്കൽ കേവ്സ് എത്തി. ഇതാ അതിനുള്ളിലാണുള്ളത്. അപ്പം അതിൻ്റെ അടുത്തൊരു വ്യൂ പോയിന്റ്. ഇവിടെ നിന്നല്ലേ മഴ പെയ്തിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വേനൽക്കാലമാണ്. ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. നേരെ ഇങ്ങനെ ഇറങ്ങും. കയറുന്നത് ചിലപ്പം പാറക്കെട്ടിലൂടെയാണെങ്കിലും ഇറങ്ങുന്നത് ഡയറക്റ്റ് താഴെ. വയനാട് എടക്കൽ കേവിലേക്ക് കയറുകയാണ്. ഇതാണ് വയനാടിൻ്റെ ഗുണ കേവ്. എടക്കൽ കേവാണ്. വാ, ഓ അതൊക്കെ ഇതൊന്ന് കല്ലിൽ എഴുതി വെച്ചില്ല. അത് നമുക്ക് കാണാം.
പണ്ടത്തെ സ്റ്റോൺ ഏജ് കാലഘട്ടത്തിൽ എഴുതി വെച്ച്. എഴുതി വെച്ചുണ്ടായിരുന്നു. വലിയ പാറ. ഇതാണ് ഇടക്കൽ കേവ്. ഇനി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു ഗുണ കേവ് പോലത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് കാണിച്ചത്. മോനെ എന്താ അതന്നെ. അതാ ഇതാണ് താഴെ പോയ. ഇത് രണ്ട് പാറേൻ്റെ ഇടയിലെ ഇതാണ് ഗ്യാപ്പ് കണ്ടോ. എൻ്റെ എഴുതി വെച്ച് GAPZ 82 कालघट्ट. इसलिए आया 6000 साल सबसे पुराना है, उसके बाद भी लोग स्टेप बाय स्टेप रहते हैं, इसलिए ट्रोली कहते हैं 6000 ओके इधर അങ്ങനെ ഉണ്ടല്ലേ. ഇതാണ് ഗുണ കേവ്സിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.